നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നമസ്കാരം. സ്വാഗതം ഡോക്ടർ ബിജു ജേക്കബ്, മുൻ പ്രിൻസിപ്പൽ അക്കൗണ്ട് ജനറൽ, CAG ഓഫീസിലെ ഡയറക്ടർ ജനറൽ, പിന്നീട് VSSC ചീഫ് കൺട്രോളറൊക്കെ ആയിരുന്ന ഡോക്ടർ ബിജു ജേക്കബ് ധനകാര്യ വിദഗ്ധൻ എന്ന് മാത്രമല്ല, ധനകാര്യ നയ രൂപീകരണ ചർച്ചകളിലും ശ്രദ്ധേയനാണ്. ഇക്കഴിഞ്ഞ ദിവസം വളരെ ശ്രദ്ധേയമായൊരു നിരീക്ഷണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഒരു ദിശാബോധം അങ്ങ് സൃഷ്ടിച്ചു. CAGയുടെ അത്ഭുത വിളക്ക് എന്നാണ് ഇപ്പോൾ അതിനെ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. കേരളം വലിയ കടക്കണിയിലാണ്. ഭയാനകമായ കടക്കണിയിൽ പെട്ടുഴലുന്ന നമ്മുടെ സാമ്പത്തിക രംഗത്തെ എങ്ങനെ സതീശൻ രക്ഷപ്പെടുത്തും എന്ന ചിന്ത പൊതുവെ പൊതുസമൂഹത്തിനുണ്ട്. ഈ കടക്കണി തലയിൽ വെച്ച് എത്രമാത്രം ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ മറ്റന്നാൾ ബജറ്റിലൂടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് കഴിയും എന്ന സംശയം പൊതുവെ പൊതുസമൂഹത്തിനുണ്ട്. മറുവശത്ത് ബജറ്റിൻ്റെ ആശങ്കകൾക്കപ്പുറം നികുതി കൂട്ടലല്ല, നികുതി നഷ്ടപ്പെടുന്ന നികുതി കണ്ടെത്തലാണ് യഥാർത്ഥ ഭരണാധികാരിയുടെ ദൗത്യം എന്നങ്ങ് മുഖ്യമന്ത്രിയോട് ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിലെ ഭരണകൂടത്തിന് നിർദ്ദേശങ്ങൾ നൽകുന്നു. അങ്ങനെ വ്യത്യസ്തമായ നിർദ്ദേശങ്ങൾ കേരളം ശ്രദ്ധയോടെ കേൾക്കുന്ന മണിക്കൂറുകളാണ്, ദിവസങ്ങളാണിത്. എന്തുകൊണ്ടാണ് 2014 അന്നത്തെ CAGയുടെ ഒരു പഠന റിപ്പോർട്ട് അങ്ങ് ഇപ്പോഴത്തെ ഭരണകൂടത്തിന് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള അവസാന വഴി എന്ന നിലയിൽ ഇത്തരമൊരു പോയിന്റ് ഉയർത്തിയിരിക്കുന്നത്? നമസ്കാരം. യഥാർത്ഥത്തിൽ സർക്കാർ പ്രസിദ്ധീകരിച്ച ധവളപത്രമാണ് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചത്. കാരണം 5 ലക്ഷത്തിന് മേൽ കടമുള്ള 5 ലക്ഷം കോടിക്ക് മേൽ കടമുള്ള ഗവൺമെൻറ് ഒരുപാട് വെൽഫെയർ മെഷേഴ്സ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ജനങ്ങളുടെ പ്രതീക്ഷ വാനോളം ഉയർന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സകല ചർച്ചകളിലും കാണുന്ന ഒരു കാര്യം, ഇതെങ്ങനെ ഈ രണ്ടറ്റവും കൂടെ കൂട്ടിമുട്ടിക്കുമെന്നുള്ളതാണ്. ആ സാഹചര്യത്തിലാണ് 2014 CAGക്ക് വേണ്ടി നടത്തിയ, അല്ലെങ്കിൽ CAGയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിൽ ഞങ്ങൾ നടത്തിയ ധനനഷ്ടത്തെ പറ്റിയുള്ള ഒരു റിപ്പോർട്ട് ഉപകാരപ്പെടും എന്ന് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് അത് അവതരിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ഈ സർക്കാർ നല്ല വെൽഫെയർ മെഷേഴ്സ് നടത്തി വിജയിക്കണമെന്ന് എല്ലാവരെ പോലെയുള്ള ഒരാഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാനിത് മുന്നോട്ട് വെച്ചത്. കണക്കുകൾ പറയുന്നത് കേരളത്തിൻ്റെ പ്രതിവർഷ വരുമാനം 2,39,000 കോടി. പക്ഷേ ചെലവ് 1,00,000, കേരളത്തിൻ്റെ ആകെ ചെലവ് 2,39,000 കോടി. പക്ഷേ ആകെ വരുമാനം 1,82,000 കോടി. വ്യത്യാസം 57,000 കോടിയാണ്. ഇത് കടം വാങ്ങുകയല്ലാതെ കേരളത്തിന് മറ്റ് നിർവാഹമില്ല. ഇനിയും ഇങ്ങനെ കടം തുടർന്നുകൊണ്ടിരുന്നാൽ ഒരിക്കലും തീർക്കാനാവാത്തൊരു വലിയ ഭാരമാകില്ലേ വരും തലമുറയുടെ തലയ്ക്ക് മുകളിൽ നമ്മൾ വെച്ചു കൊടുക്കുന്നത്? ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പം നമ്മൾ സാധാരണ മനുഷ്യർക്ക് പലപ്പോഴും സംസ്ഥാനത്തിൻ്റെയോ കേന്ദ്രത്തിൻ്റെയോ സാമ്പത്തിക സ്രോതസ്സുകളെപ്പറ്റി വലിയ ഗ്രാഹ്യമില്ല. ഞാൻ വളരെ ലഘുവായ ഭാഷയിൽ അതിനെപ്പറ്റി ഒന്ന് പ്രസ്താവിക്കാം. നമ്മുടെ ഭരണഘടനാ സംവിധാനം അനുസരിച്ച് ഒരു സംസ്ഥാനത്തിന് 3 വരുമാന മാർഗങ്ങളാണ് ഉള്ളത്. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉള്ളതാണ്. ഒന്ന്, നികുതി വരുമാനം. ആ നികുതി വരുമാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വാണിജ്യ നികുതിയാണ്. 2, നികുതി ഇതര വരുമാനം. 3, കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഗ്രാൻറ്റും നികുതിയുടെ വിഹിതവുമാണ്. പക്ഷേ നമ്മുടെ മോഡേൺ ഡേ എക്കണോമിക്സ് അനുസരിച്ച് ഒരു രാജ്യങ്ങൾക്കോ ഒരു സംസ്ഥാനത്തിനോ ഈ ചെലവുകൾക്ക് ഈ വരുമാനം മതിയാവില്ല. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ കടമെടുപ്പ് എല്ലാ സംസ്ഥാനങ്ങളിലുമുണ്ട്, എല്ലാ രാജ്യങ്ങളിലുമുണ്ട്. അത് ഒരു കടമെടുത്ത് രാജ്യങ്ങൾ കാര്യങ്ങൾ നടത്തുന്നത് അത്ര മോശമായ കാര്യമല്ല എന്നാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതിൻ്റെ പരിധി ലംഘിച്ചു പോയോ എന്നുള്ളതാണ്
നമ്മുടെ മുമ്പിലേക്കുള്ള നമുക്ക് താങ്ങാവുന്നതിലും അധികം വന്നു എന്നുള്ളതാണ് വരുന്നത്. സാധാരണഗതിയിൽ ഈ ബഡ്ജറ്റുകളിൽ ധനമന്ത്രിമാർ ചെയ്യുന്നത് നികുതി കൂട്ടുക, പ്രത്യേകിച്ച് മദ്യത്തിനൊക്കെ അങ്ങ് കണ്ണടച്ച് നികുതി കൂട്ടുക ഓരോ തവണയും. അതല്ലാതെ അങ്ങ് ചൂണ്ടിക്കാട്ടിയ ഈ നികുതി നഷ്ടപ്പെട്ട ഇടങ്ങളിൽ നിന്ന് അവ കണ്ടെത്താനുള്ള ഒരു ശ്രമങ്ങൾ തുടരുന്നില്ല. അതിലേക്കാണ് അങ്ങ് വെളിച്ചം വീശിയത്. നികുതി, നമുക്ക് വിവിധ തരം നികുതികൾ പിരിക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. ഓരോ തരം നികുതിക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുമുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ എല്ലാ സംസ്ഥാനങ്ങളിലെ ഏറ്റവും പ്രധാന നികുതി വരുമാനം ഞാൻ സൂചിപ്പിച്ചതുപോലെ വാണിജ്യ നികുതിയാണ്. നേരത്തെ അത് സെയിൽ ടാക്സ് ആയിരുന്നു, പിന്നെ വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയുന്ന വാറ്റായി, ഇപ്പം GST ആയിട്ട് രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നു. അടുത്ത വർഷത്തേക്കിന് നമ്മൾ 70,000 കോടി രൂപയ്ക്ക് മുകളിൽ ഉള്ള തുകയാണ് ഈ വാണിജ്യ നികുതിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എല്ലാ നികുതിയിലും ചോർച്ചയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും വാണിജ്യ നികുതിയുടെ ഒരു പ്രത്യേകത മൂലം ചോർച്ചയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. അതിൻ്റെ എല്ലാ ഭൂനികുതി, നമ്മുടെ ഓട്ടോമൊബൈൽ ടാക്സ്, ഇതൊക്കെ നികുതിദായകൻ തന്നെ സർക്കാരിലേക്ക് അടയ്ക്കുകയാണ്. അതിനൊരു ഇടനിലക്കാരനില്ല. എന്നാൽ വാണിജ്യ നികുതി, നമ്മളൊരു TV വാങ്ങിച്ചാലോ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചാലോ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട നികുതി നമ്മൾ കടക്കാരനെയാണ് ഏൽപ്പിക്കുന്നത്. കടക്കാരന് സ്വാഭാവികമായിട്ടും ആ വർഷത്തെ മൊത്തം വരുമാനവും ചെലവും എല്ലാം കഴിച്ച് ഉള്ള ലാഭത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് വാണിജ്യ നികുതി എടുക്കുന്നത്. സ്വാഭാവികമായും ഇളവുകൾക്കും കിഴിക്കലിനുമൊക്കെയുള്ള ഒരു സ്കോപ്പുള്ളത് കൊണ്ടും വാണിജ്യ നികുതിയിലാണ് പലപ്പോഴും നികുതി ചോർച്ചയ്ക്കുള്ള മാർഗങ്ങളുള്ളത്. അതുകൊണ്ടാണ് CAG 2014 വാണിജ്യ നികുതിയുടെ ചോർച്ചയെപ്പറ്റി പഠിക്കുവാനായിട്ട് അന്ന് അക്കൗണ്ടന്റ് ജനറലായിരുന്ന എൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ഏതാണ്ട് 2 വർഷത്തെ മുഴുവൻ വാല്യൂ ആഡഡ് ടാക്സിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പഠനം നടത്തിയത്. അന്ന് ഏകദേശം 12,000 കോടി രൂപ ഇത്തരത്തിൽ നികുതി കളക്ട് ചെയ്തെടുക്കാം എന്നുള്ളൊരു നിഗമനത്തിൽ ആ പഠനം എത്തി, അല്ലേ? ആ പഠനം നമ്മൾ എന്തുമാത്രം നികുതി നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നു എന്നുള്ളത് ഭൂമിക്കടിയിലുള്ള അമൂല്യ വസ്തുക്കളുടെ കണക്ക് പോലെയാണ്, നമുക്കറിഞ്ഞുകൂടാ. അപ്പോൾ അന്ന് നമ്മൾ പഠനം തുടങ്ങുന്ന സമയത്ത് നമുക്കിതിൻ്റെ വ്യാപ്തിയെപ്പറ്റി അറിയില്ലായിരുന്നു. പക്ഷേ പഠനം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് ആ വർഷത്തെ വാണിജ്യ നികുതിയുടെ കളക്ഷൻ 24,000 കോടി രൂപയാണെങ്കിൽ നമ്മൾ കണക്കിൽപ്പെടാതെ പോകുന്നത് ഏതാണ്ട് 12,000 കോടി രൂപ, ഒരു പകുതിയോളം. ഈ പകുതി തന്നെ CAGയുടെ ഓഡിറ്റ് റിപ്പോർട്ടുകൾക്ക് എപ്പോഴും ഒരു സമയപരിധിയുണ്ട്. ഒരു സമയത്തിൽ കൂടുതൽ നമുക്ക് വർക്ക് ചെയ്യാൻ തരാറില്ല. അതുകൊണ്ട് നമ്മൾ ടെസ്റ്റിംഗ് അവസാനം ഒരു സാമ്പിൾ ബേസിസിൽ നോക്കിയ സാമ്പിളിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ 100% ഡേറ്റ നമ്മൾ നോക്കുകയായിരുന്നെങ്കിൽ എത്രയാകുമെന്ന് കേൾവിക്കാർക്ക് തന്നെ ഊഹിക്കാം. അപ്പോൾ അങ്ങയുടെ അനുമാനത്തിൽ ഇപ്പോൾ 70,000-ലധികം കോടി രൂപയാണ് ഇവിടെ വാണിജ്യ നികുതി നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അത്രത്തോളം തന്നെ നികുതി സർക്കാരിൽ കിട്ടാതെ പോകുന്നു, അല്ലെങ്കിൽ നികുതി എവിടെയൊക്കെയോ ഹൈഡ് ഔട്ടുകളിൽ ഒളിഞ്ഞു കിടക്കുന്നു എന്ന് ഇന്ന് അത് അനുമാനിക്കുന്നതിന് അന്നത്തെ 2014 പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനുമാനിക്കുന്നതിന് അല്പ പരിമിതികളുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ പരിമിതി ഇന്ന് GST ആണെന്നുള്ളത്. ഈ GSTയിൽ വളരെ ശക്തമായ കൺട്രോളുകൾ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള CAG റിപ്പോർട്ടൊക്കെ അനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നല്ല ഒരു നെറ്റ്വർക്ക് കമ്പ്യൂട്ടർ സിസ്റ്റമുണ്ട് GSTN. അപ്പോൾ അതെല്ലാം ഉള്ളത് കൊണ്ട് ഒരുപക്ഷെ അത്രയും തുക കാണുമോ ഇല്ലയോ എന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു ഊഹം മാത്രമാണ്. വലിയൊരു തുകയുണ്ട്. പക്ഷേ ഈ അറിയാതെ കിടക്കുന്ന കാര്യങ്ങൾ
വലിയൊരു തുക ഉണ്ടാകുമെന്ന് അനുമാനിക്കുന്നു. കാരണം കേരളത്തിലെ GSTക്ക് വരുന്ന നഷ്ടത്തെപ്പറ്റി ഏറ്റവും കൂടുതലായി സംസാരിച്ച, ഏറ്റവും കൂടുതൽ പഠിച്ച വ്യക്തിയാണ് ഇന്ന് നമ്മുടെ ധനമന്ത്രി, മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങ് പറഞ്ഞു വരുന്നത് 70,000 കോടി നമുക്കിനി ഒരു 50,000 എന്നുള്ള ഒരു അസംഷനിലെത്തിയാൽ പോലും 50,000 കോടിയാണ് നമ്മുടെ വരവ് ചെലവ് കണക്കുകൾക്കിടയിലെ വ്യത്യാസം. അത് കേരളത്തിൽ തന്നെയുണ്ട്. അത് കണ്ടെത്താനുള്ള ഒരു ആർജവം മാത്രം മതി. ഞാൻ അനുമാനിക്കുന്നത് നമ്മൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണം തുടങ്ങിയത് ഒന്നാമത്തെ തീരുമാനം ആശാ വർക്കേഴ്സിന് 3,000 രൂപ വർധനവ് പ്രഖ്യാപിച്ചുകൊണ്ട് ഓരോ മാസവും ജനങ്ങൾ കൈയടിച്ചാണ് ആ തീരുമാനമെടുത്തത്. കഴിഞ്ഞ ദിവസം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അതിന് വരുന്നത് 100 കോടിയാണ്, അല്ല 200 കോടി 200 കോടി. അത് ഒരു ഓർഡിനറി ബസ്സിലാണ് ഉള്ളത്. ഇനിയും വരാനുണ്ട് വെൽഫെയർ മെഷേഴ്സ്. അപ്പം എത്രയാണ് എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും ചുരുങ്ങി. നമുക്ക് ഏകദേശം തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങൾ മുഴുവൻ നിറവേറ്റുകയാണെങ്കിൽ ഏകദേശം 10,000 കോടി രൂപയുടെ അധിക ബാധ്യതയെ വരുന്നുള്ളൂ. രണ്ടാമത് നമ്മളിവിടെ കിടക്കാൻ സാധ്യതയുള്ള മറ്റൊരു കാര്യം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്ക് ഏതാണ്ട് 15,000 കോടി രൂപയാണ് ഒരു വർഷം ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ വേറെ ഏറ്റവും ചുരുങ്ങിയത് ഈ പറയുന്ന വെൽഫെയർ മെഷേഴ്സിന് ഉള്ള പൈസ എങ്കിലും നമ്മുടെ ഉള്ളിൽ കയ്യിൽ തന്നെ കിടപ്പുണ്ട്. ജനങ്ങൾ സന്തോഷഭരിതരാകും, ജനങ്ങൾ ആഹ്ലാദഭരിതരാകും. അതിന് ഏറ്റവും ഞാൻ എഴുതിയ ആർട്ടിക്കിളിനകത്ത് ഞാൻ എഴുതിയിരിക്കുന്നത് കേരളത്തിൻ്റെ പ്രതീക്ഷ ധനമന്ത്രിയായിരിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ്. അങ്ങ് പറയുന്ന ഈ ഹൈഡൗട്ടിൽ കിടക്കുന്ന ഈ നികുതി, അത് ഏതൊക്കെ പോയിന്റുകളിലാണുള്ളത്? ഇതിൻ്റെ ഈ എല്ലാ നികുതിയിലും വെട്ടിപ്പിനുള്ള സാധ്യതയുണ്ട്. അതൊരു മനുഷ്യ സഹജമായ ഒരു ബലഹീനത. നമ്മൾ ആരും നികുതി കൊടുക്കാനായിട്ട് ഒരു പരിധി കൂടുതൽ നികുതി കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്കറിയാം സ്വർണം, ഉള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ സാധാരണ സാമ്പത്തിക വിദഗ്ധർ ഡിസ്കസ് ചെയ്യുന്നത് എപ്പോഴും നികുതി ഏതൊക്കെ പുതിയ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാമെന്നാണ് പറയുന്നത്. അതായത് സ്വർണത്തിന് കൊടുക്കുന്ന നികുതിയെ പറ്റിയുണ്ട്. 2 നമ്മുടെ ക്വറീസിൽ വരുന്നിടത്ത് അവിടെയൊക്കെ കോമ്പൗണ്ടിങ് സ്കീമാണ് പല സ്ഥലങ്ങളിൽ നടക്കുന്നത്. അതുപോലെ തന്നെ ഉള്ള നികുതി നഷ്ടപ്പെടുന്ന മേഖലകളിൽ നിന്ന് പുതുതായിട്ട് എടുക്കാമെന്നുള്ളതാണ് നോക്കുന്നത്. രണ്ടാമത് നമ്മൾ സാധാരണ കേൾക്കുന്നത് പുതിയ റിഫോംസ് എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളതാണ്. ഈ റിഫോംസിനുള്ള ഒരു കുഴപ്പവും അത് നടപ്പിലാക്കി വരിക പലപ്പോഴും എളുപ്പമല്ല. വ്യവസായങ്ങളെ സ്വകാര്യവൽക്കരിക്കുക കേരളത്തിലെ സാഹചര്യത്തിൽ നടക്കുമോ എനിക്കറിഞ്ഞൂടാ. പൊതുമേഖലകൾ വിറ്റഴിക്കലൊന്നും കേരളത്തിൽ നടക്കാൻ സാധ്യതകളില്ല. ഇനി നികുതി കൂട്ടിയാൽ വിലക്കയറ്റം കൊണ്ട് ഇവിടെ നികുതി കൂട്ടുന്നത് ഒരിക്കലും പ്രായോഗികമല്ല, ആശാസ്യമല്ലെന്ന് നമ്മൾ കഴിഞ്ഞ ബഡ്ജറ്റിലൂടെ നമ്മൾ കാണുകയും ചെയ്തു. അപ്പോൾ ആണ് ഇപ്പോൾ ഉള്ള സിസ്റ്റത്തിനകത്തെ ലീക്കേജസ് മാത്രം അടച്ചാൽ കിട്ടാവുന്ന തുകയാണ്. ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. ശമ്പള പരിഷ്കരണം മാറ്റിവെക്കേണ്ട കാര്യമില്ല. കാരണം ഇന്ത്യയിൽ 2 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് 5 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണമുള്ളത്. കേരളത്തിൽ മാത്രം പ്രദേശിച്ചിരുന്നു. അപ്പം നമ്മൾ ഇതിനോട് യോജിച്ചു പോയി, അല്ലെ നമ്മൾ പരിചയമായിപ്പോയി. അപ്പോൾ 5 വർഷം സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഇനിയും 10 വർഷത്തിലൊരിക്കലാണെന്ന് പറഞ്ഞാൽ അത് വലിയ എതിർപ്പുണ്ടാക്കും. ഇത് പ്രേക്ഷകരുടെ ഒരു കുറച്ചുകൂടി ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് അങ്ങ് പറഞ്ഞു വരുന്നത്. വാസ്തവത്തിൽ നികുതി കൂട്ടി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കലല്ല, പകരം ഒരു കൂട്ടം സത്യസന്ധരായ വ്യാപാരികൾ, വ്യവസായികൾ, ഇൻഡസ്ട്രിയലിസ്റ്റുകൾ നികുതി കൊടുത്ത് കൃത്യതയോടെ ബിസിനസ് ചെയ്യുന്നു. മറ്റൊരു കൂട്ടർ നമ്മുടെ സിസ്റ്റത്തിൻ്റെ സാങ്കേതിക പിഴവുകൾ മനസ്സിലാക്കി ആ പിഴവുകൾ ഉപയോഗിച്ച് നികുതി വെട്ടിപ്പ് നടത്തുന്നു. അഥവാ നികുതി നൽകാതെ പല തന്ത്രങ്ങളിലൂടെ അവർ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകും. ഇത് മാത്രം കണ്ടെത്തി ആ ലീക്കേജ് ഇതിന് കണ്ടെത്തുന്നതിന് പോലെ തന്നെ ഞാനിതിന് ഒരു ഉദാഹരണം എടുക്കണമെങ്കിൽ ആദായ നികുതി നമ്മൾ ഇതുപോലെ തന്നെ റിട്ടേൺസ് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ്.
അതെ, ഒരുപാട് വെട്ടിപ്പ് ആദായ നികുതിയിൽ നടന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ ആദായ നികുതിയിൽ വെട്ടിപ്പ് നടത്താവുന്ന ലൂപ്പ് ഹോൾസ് എല്ലാം ഓരോന്നായിട്ട് അവർ കണ്ടുപിടിച്ച് അടച്ചിരിക്കുന്നത്. ബാങ്ക് അലേർട്ടുകൾ, അതായത് ആദ്യം കൊണ്ടുവന്ന് പാനും ആധാറും കൂടെ ലിങ്ക് ചെയ്തു, 2 TDS വന്നു. പിന്നെ നമ്മൾ ഇന്ന് നടത്തുന്ന എല്ലാ ക്രയക്രമങ്ങളും ഒരു പ്രത്യേക തുകയ്ക്ക് കൂടുതലാണെങ്കിൽ സബ് രജിസ്ട്രാർ ഇൻകം ടാക്സ് ഓഫീഷ്യൽസിനെ അറിയിക്കും. അങ്ങനെ എല്ലാ ട്രാൻസാക്ഷൻ്റെയും ചുറ്റും ഒരു 360 ഡിഗ്രി ക്യാമറ നിൽക്കുന്നത് പോലെ നിന്ന് വരുന്നത് കൊണ്ട് ഈ ലൂപ്പ് ഹോൾസ് വളരെ അടഞ്ഞിരിക്കുന്നു. ഇന്ത്യയുടെ ആദായ നികുതി വരുമാനം വളരെയേറെ വർദ്ധിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെയും യുദ്ധത്തിൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചിരിക്കുന്ന അതുകൊണ്ടായിരിക്കും. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരുപാട് ചേഞ്ചസ് വാറ്റിൽ നിന്ന് GSTയിലേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിലും ഇന്നും ലൂപ്പ് ഹോൾസും ലീക്കേജും കിടപ്പുണ്ട്. കേരളത്തിൽ ഈ ലൂപ്പ് ഹോൾസിനെ പറ്റി ഏറ്റവും കൂടുതൽ സംസാരിച്ച വ്യക്തിയാണ് നമ്മുടെ ഇന്നത്തെ ധനമന്ത്രിയും മുഖ്യമന്ത്രിയും. ഈ VD സതീശൻ അതിനുള്ളൊരു ആർജവം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും. അദ്ദേഹത്തിന് ഇതേക്കുറിച്ചുള്ള ധാരണ മാത്രമല്ല, ഇത് നടപ്പിലാക്കാനുള്ള ഒരു ഇച്ഛാശക്തിയുമുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ ഞാൻ എഴുതിയ ലേഖനത്തിന് എനിക്ക് അദ്ദേഹത്തോട് ഒരു അരമണിക്കൂർ സമയം എനിക്ക് എനിക്കത് വിശദീകരിക്കാനായിട്ട് സാധിച്ചത്. അങ്ങേക്ക് ആ ഒരു സംഭാഷണത്തിൽ നിന്ന് എന്താണ് ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ പറ്റി ഞാൻ അഭിപ്രായം പറയാനായിട്ട് ആളല്ല. വളരെ ആർജവമുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. എന്തൊക്കെയോ അദ്ദേഹം തീർച്ചയായിട്ടും മനസ്സിൽ ചില പദ്ധതികളുമായിട്ടാണ് ധനമന്ത്രി സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തിന് ഒരു പുരോഗതി അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് അവസാനിപ്പിച്ചത് അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നുള്ള പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടാൻ സാധ്യതയില്ല എന്നെനിക്ക് മനസ്സിലായി 2014. അതുകൊണ്ടാണ് ഞാനതുമായിട്ട് 2014 അന്ന് CAG കണ്ടെത്തിയ ഒരു അത്ഭുത വിളക്ക്. പക്ഷേ ആ അത്ഭുത വിളക്ക് ഇരട്ടത്ത് വെച്ച് ഒരു ഗുഹയിൽ അടച്ചു വെച്ചതുപോലെ നീണ്ട ഒരു പതിറ്റാണ്ട്. എന്തുകൊണ്ടാണ് പിന്നീട് ധനമന്ത്രിമാരായ തോമസ് ഐസക്കോ ബാലഗോപാലോ അതിന് വേണ്ടത്ര പ്രാധാന്യം നൽകാത്തത്? അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നത് ആദരണീയനായ ശ്രീ ഉമ്മൻചാണ്ടി സാറാണ്. 2014 ധനമന്ത്രി KM മാണി സാറായിരുന്നു. അപ്പോൾ ഈ റിപ്പോർട്ടിനെ പറ്റിയുള്ള ഒരു വിവരം കിട്ടിയപ്പോൾ അവർ രണ്ടുപേരും വലിയ താല്പര്യം പ്രകടിപ്പിച്ച് അവർക്ക് 2 പേർക്കും മാത്രമായി ഞാനൊരു പ്രസൻറ്റേഷൻ നടത്തിയിരുന്നു. അന്നത്തെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ആദരണീയനായ ശ്രീ തോമസ് ഐസക് സാറ്. അദ്ദേഹം ഇതിനെപ്പറ്റി 2 തവണ ലേഖനങ്ങൾ മാതൃഭൂമി പത്രത്തിൽ എഴുതിയുണ്ടായി. അതേ വ്യക്തി പിന്നീട് ധനമന്ത്രിയായി. അതെ, ധനമന്ത്രിയായിരുന്നു അദ്ദേഹം. അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ പിന്നീട് ഇലക്ഷൻ, എനിക്ക് തോന്നുന്ന ആ ഗവൺമെൻറ്റിന് അത് നടപ്പാക്കാനുള്ള ഒരു സമയം ഒന്നും ഉണ്ടായില്ല. പിന്നെ ഇത് സ്വാഭാവികമായിട്ടും ഇതൊരു പഴയ റിപ്പോർട്ട് പോലെ ഈ സംഗതി പിന്നീട് CAG ഒരു ശത്രുപക്ഷത്താണ് പിണറായി സർക്കാർ കണ്ടത്. CAGയുടെ റിപ്പോർട്ട് പിന്നീട് കേരളത്തിൽ നടപ്പിലാക്കി എന്നൊക്കെ പറയുന്നത് ഒരു ഇടതുപക്ഷ സർക്കാർ. അത് CAG എപ്പോഴും ഉദ്യോഗസ്ഥരെ CAG എപ്പോഴും കാണുന്ന ഒരു ശത്രുപക്ഷത്തായിട്ടാണ് ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് കാണുന്നത്, സർക്കാരിനേക്കാൾ കൂടുതലായിട്ട്. പക്ഷേ ഇതിനകത്ത് ഒരു പോസിറ്റീവ് പോയിൻ്റ് ഉണ്ടെന്നുള്ളത്, പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സർക്കാരിന് മിസ് ചെയ്യരുത് എന്നുള്ള ഒരു താല്പര്യത്തിലാണ് ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചത്. ഈ ബഡ്ജറ്റിൽ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ അദ്ദേഹത്തോട് ഇതിനൊരു റോഡ് മാപ്പ് സജസ്റ്റ് ചെയ്തായിരുന്നു. കാര്യം നമ്മളൊരു സജഷൻ വെക്കുമ്പോൾ ഇതിനെന്ത് സമയമെടുക്കും, എന്ത് കോസ്റ്റ് വരും എന്നുള്ളത് നോക്കാം. ഇതിന് ഒരുപാട് ചിലവ് വരുന്ന കാര്യമല്ല. ഇത് ഒന്ന് GST അറിയാവുന്ന GST ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വിദഗ്ധൻ ആവശ്യമാണ്. 2 ഈ എന്താണ് നമ്മൾ പരിശോധിക്കേണ്ടതെന്ന് നയിച്ചുകൊണ്ട് പോകാനുള്ള ഒരു ഓഡിറ്റ് വിദഗ്ധൻ. അതിന് CAGയുടെ ഉദ്യോഗസ്ഥർ തന്നെ വേണമെന്നില്ല, ചാർട്ടേഡ് അക്കൗണ്ടൻസിനും അത് ചെയ്യാം. ഏറ്റവും പ്രധാനം ഇതിനു വേണ്ടി നമ്മൾ CAG ചെയ്യുന്നത് കാനഡയിൽ നിന്നുള്ള ഒരു സോഫ്റ്റ്വെയറാണ്. ആ സോഫ്റ്റ്വെയർ ഏതാണ്ട് അതിൻ്റെ ആ സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യേണ്ടി വരും. പിന്നെ ഏതെങ്കിലും
ഈ ബിഗ് 4 കമ്പനീസിൽ നിന്ന് ഇതിൻ്റെ ഒരു വിദഗ്ധൻ്റെ സേവനം വേണ്ടി വരും. ഞാൻ അന്ന് റിപ്പോർട്ട് ചെയ്തത് ഏതാണ്ട് 4 മാസം കൊണ്ടാണ് ചെയ്തത്. ഇപ്പോൾ കേരളത്തിന് ഈ ഒരു വിദഗ്ധനെയൊക്കെ എടുക്കുമ്പോൾ അതിന് ചില സ്റ്റോർ പർച്ചേസ് റൂൾസൊക്കെ വരുന്നതുകൊണ്ട് ഒരു താമസം എടുക്കുകയാണ്. ഒരു 6 മാസത്തിനുള്ളിൽ സർക്കാരിന് ഈ ലൂപ്പ് ഹോൾസിനെ പറ്റി ഇതിൻ്റെ വ്യാപ്തിയെപ്പറ്റി അറിയാൻ സാധിക്കും. ചുരുങ്ങിയത് ഈ സാമ്പത്തിക വർഷം തീരുമ്പോഴേക്കെങ്കിലും ഇതിൻ്റെ ഒരു വ്യാപ്തിയെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കണം. ഇപ്പോൾ നടപ്പാക്കാൻ തുടങ്ങി. നിലവിൽ നമുക്ക് ഇഷ്ടംപോലെ GST ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങ് തന്നെ സൂചിപ്പിച്ച 4500ഓളം ഉദ്യോഗസ്ഥർ കേരളത്തിലുണ്ട്. അവരെ കൊണ്ട് ഇത് ചെയ്യിക്കാൻ കഴിയും. വിദഗ്ധം, അതിനകത്ത് വൈദഗ്ധ്യം വേണം. നമ്മൾ എന്ന് പറഞ്ഞാൽ GSTയുടെ ഉള്ളുകള്ളികൾ മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥരുടെ, സീനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ റിട്ടയർഡായിട്ടുള്ള ഉദ്യോഗസ്ഥരോ, അതൊക്കെ സർക്കാരിൻ്റെ തീരുമാനമാണ്. ഒരുപാട് ഉദ്യോഗസ്ഥരുടെ ആവശ്യമില്ല. ഒരു 6 മാസം സമയം മതിയാവും. ഒരു 50 ലക്ഷം അല്ലെ, എനിക്ക് അവരുടെ ഈ ബിഗ് 4ൻ്റെ കോട്ട് എത്രയായിരിക്കുമെന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. നമ്മളൊരു ശരാശരി ഒരു 75 ലക്ഷം രൂപ ഇതിനു വേണ്ടിയിട്ട് ചിലവാക്കിയാലും നമുക്കൊരു 25,000 തൊട്ട് 30,000 കോടി രൂപ സമാഹരിക്കാമെന്നാണ്. അല്ല, 1 കോടിയിൽ താഴെ മുടക്കിയാൽ 30,000 കോടി കിട്ടുമെങ്കിൽ സർക്കാർ ഇത് പരീക്ഷിക്കുന്നില്ല. കോടി കിട്ടുമെന്നുള്ള കിട്ടണം. ലീക്കേജ് നമ്മൾ അടയ്ക്കുന്നു. അത്രയും മാത്രം. പുതുതായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ആരെയും നമ്മൾ ഉപദ്രവിക്കുന്നില്ല. ശമ്പള പരിഷ്കരണത്തെ മാറ്റണ്ട. ഇതെല്ലാം ചെയ്യും. മറുവശത്തൊരു ഗോൾഡൻ ചാൻസാണ് മിസ്സാവുന്നത്. സാധാരണ ഈ വെട്ടിപ്പ് കച്ചവടക്കാരുടെ ഈ കുമിഞ്ഞുകൂടിയ നികുതി ഏറ്റവും ഒടുവിൽ രാഷ്ട്രീയക്കാരും മന്ത്രിയും ശിങ്കിടികളും ഒക്കെ ഇടപെട്ട ഒരു സെറ്റിൽമെൻ്റ് ഉണ്ട്. ആ സെറ്റിൽമെൻറ്റിൻ്റെ സമയത്ത് പലർക്കും പണം കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടക്കും. അതൊക്കെ പൂർണ്ണമായി ഇല്ലാതാകും. ഇപ്പോൾ ഇൻകം ടാക്സിനകത്ത് സെറ്റിൽമെൻ്റ് ഇല്ലല്ലോ. കാര്യം സിസ്റ്റം തന്നെ പോയിന്റ് ഔട്ട് ചെയ്യുകയാണല്ലേ. അപ്പോൾ സിസ്റ്റം സ്ട്രോങ് ആകുമ്പോൾ ഇതിനകത്ത് ബാക്കിക്കൊള്ളും സ്കോപ്പില്ല. രണ്ടാമത് ഒരു സംശയം തോന്നാവുന്നത്, ഇതിന് കേസ് വരുമോ, അപ്പീലിന് പോകാനുള്ള സമയം എടുക്കുമോ? ഇത് കേസും വരുന്നില്ല. ഇപ്പം നമ്മുടെ ഇൻകം ടാക്സ് സിസ്റ്റം നമ്മളിന്ന് നമുക്ക് ഡ്യൂ ആയിട്ടുള്ള നമ്മുടെ ട്രാൻസാക്ഷൻസ് അനുസരിച്ച് സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ടാക്സിൽ 1 രൂപ കുറഞ്ഞാൽ നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റില്ല. സിസ്റ്റമാണ് ചെയ്യുന്നത്. സിസ്റ്റം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് എന്താ പറയുന്നത്, വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് പോകും. പിന്നെ സർക്കാരിന് വേണമെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്യാൻ പറ്റും. CAG നേരത്തെ ചെയ്തതനുസരിച്ച് CAG ഈ സോഷ്യൽ പെൻഷൻസിന് അനർഹരെ കണ്ടുപിടിച്ചത് ഇതുപോലെ സ്പാർക്ക് ഡേറ്റയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. അതുപോലെ തന്നെ ഈ RBI, SEBI ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലത്തെ മോണിറ്ററിങ് നടത്തുന്നുണ്ട്. ഗവൺമെൻറ്റിന് വേണമെങ്കിൽ അല്ലെ താല്പര്യമുണ്ടെങ്കിൽ ഒരു ഡാറ്റ അനാലിറ്റിക്സ് സെല്ല് സ്ഥിരമായിട്ട് സ്ഥാപിച്ചാലും അതിനും കൂടിപ്പോയാൽ 1 കോടി രൂപയൊക്കെ എഫിഷ്യൻസി കൂട്ടും. എല്ലാം ധനമന്ത്രിയുടെ ഫിംഗർ ടിപ്സിൽ, ഫിനാൻസ് സെക്രട്ടറിയുടെ ഫിംഗർ ടിപ്സിൽ കാര്യങ്ങൾ കിട്ടാവുന്ന സംവിധാനം ഇന്ത്യയിലും വിദേശത്ത് പ്രത്യേകിച്ചും പല സ്ഥലങ്ങളിലുണ്ട്. കേരളത്തിലത് കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും. നന്ദി ഡോക്ടർ ബിജു. നന്ദി. നമസ്കാരം.